ഹലോ. അപ്പോൾ നമ്മൾ ഈദിൻ്റെ വ്ളോഗാണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിന് തലേ ദിവസത്തും പിറ്റേ ദിവസത്തും കൂടിയിട്ട് ഒറ്റ വ്ളോഗാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ മുട്ടമാല റെഡിയാക്കലാണ്. അപ്പം മുട്ടമാലയ്ക്ക് നമ്മൾ മുട്ടൻ്റെ വള്ളയും മഞ്ഞക്ക് വേറെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിലേക്ക് മഞ്ഞ മാത്രം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണിത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വേറെ തന്നെ വീഡിയോ ഇടാം. പിന്നെ നമ്മൾ രാത്രിയാണ് മൈലാഞ്ചി ഇട്ടത്. 29 നോമ്പൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം പെട്ടെന്നായിരുന്നു, ഒരു പ്ലാനിങ് ഇല്ലാത്ത പെരുന്നാളായിരുന്നു കേട്ടോ. നമ്മൾ 30 കിട്ടുമെന്ന് വിചാരിച്ചാണ്. അപ്പം മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകിക്കളഞ്ഞു. പിന്നെ ഇതാ നമ്മൾ ഈ മുട്ടമാല ഉണ്ടാക്കണ്ടേ ഒരു എന്താ പറയുക, വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ മുട്ടമാലേൻ്റെ മാല വലിക്കാൻ വേണ്ടിയിട്ട് മിക്സ് തയ്യാറാക്കണം കേട്ടോ. പഞ്ചസാരയും വെള്ളമൊക്കെ ഇതാക്കിയിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടൻ്റെ മഞ്ഞ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കും. പിന്നെ അങ്ങനെയാണ് ആക്കിയെടുക്കൽ. നിങ്ങൾക്ക് മുട്ടമാലിൻ്റെ ഫുൾ വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. റെസിപ്പി വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ എൻ്റെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുട്ടമാലിൻ്റെ ഈ നീരൊന്ന് ഊറ്റി വരുത്തത്തക്ക രീതിയിൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് സെപ്പറേറ്റ് എടുക്കലാണ് എൻ്റെ പണി. പിന്നെ ഇത് മുട്ടമാലിൻ്റെ നമ്മൾ അപ്പം ഉണ്ടാക്കലാണ്. അപ്പം അതും അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ മുട്ടമാല റെഡി ആയിട്ടുണ്ട്. നീ രണ്ട് വേറെ ആയിട്ട് വധിച്ച് ഇതെന്ന് വെച്ചാൽ പഞ്ചസാര ലായനിയാണ്. അപ്പം അതൊക്കെ റെഡിയായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തണാൽ വന്നിട്ട് ഇങ്ങനെ തന്നിട്ടുള്ളത് നമ്മൾ മെഹന്തി ഇടാൻ വേണ്ടിച്ച്. അപ്പോഴത്തേക്ക് ഒരാൾ മെഹന്തി പൊട്ടിച്ച് കയ്യിലാക്കുന്നുണ്ട്. ഓക്കെ ഇന്നലെ ഇട്ട് കൊടുത്തിന്. എന്നിട്ടും മെഹന്തി കാണുമ്പം ഒരു കളിയാണ്. പിന്നെ ഇന്നും ഉറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് മര്യാദയ്ക്ക് മൈലാഞ്ചി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഉമ്മ ഇന്നുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് മടിയിൽ കടത്തിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ കയ്യിൽ സിസ്റ്ററാണ് കേട്ടോ ഇട്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓള കൈക്ക് ഞാൻ ഇട്ട് കൊടുക്കാനാണ്. അപ്പം ഡിസൈന് ഇതാണ് കേട്ടോ. നമ്മൾ ഫോണിൽ നോക്കിയിട്ട് അതുപോലെ വരക്കാൻ നോക്കുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്റർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 12-1 മണിയായിട്ടുണ്ടാവും. അപ്പം നമ്മൾ പെരുന്നാൾ രാത്രി നോർമലി ഉറക്കമുണ്ടാവില്ലല്ലോ. പിന്നെ ഇവിടെയാണെങ്കിൽ 4:45 ആ ടൈമിലാണ് കേട്ടോ ബാങ്ക് വരുന്നത്. പെരുന്നാൾ നിസ്കാരം വരുന്നത്. അപ്പം രാവിലെ എണീക്കും വേണം. അപ്പം പെരുന്നാളിന് പറയുമ്പോൾ നമുക്ക് വലിയ ഓർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. നാട്ടിലാണെങ്കിൽ ഇതിലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് അത്രയില്ല. അപ്പോൾ അങ്ങനെ മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. മെയിൻ അതാണല്ലോ, വീഡിയോസും ഫോട്ടോസ് എടുക്കൽ. മെഹന്തി ഇടലല്ലോ അതിനങ്ങോട്ട് പ്രധാനം. പിന്നെ ഇന്നലെ ഇട്ടതും അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് രാവിലെ ഇക്കാക്ക് പള്ളിയിൽ പോകേണ്ടതുകൊണ്ട്, അതായത് പെരുന്നാൾ നിസ്കാരത്തിൽ പോകുന്നതിന് മുന്നേ ഇസ്തിരിയിടൽ കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് രാത്രി തന്നെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇക്കാൻ്റെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇസ്തിരിയിട്ട് വെച്ചു. പിന്നെ മോർണിംഗിൽ നമ്മൾ എണീച്ച് കുളിച്ച് മാറ്റിയിട്ട് പള്ളിയിൽ പോകാൻ കേട്ടോ. അപ്പം ഇക്ക റെഡിയായതാണ്. പള്ളിയിൽ പോകുന്നതാണ് കേട്ടോ കാണുന്നത്. മുസല്ലി എടുത്തിട്ട് ഓടലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നൂസിനെ കുളിപ്പിച്ചു. ഇന്നൂസ് ആ ടൈമിൽ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഇന്നുവിനെ കുളിപ്പിച്ചിട്ട് ഇന്നുവിൻ്റെ ഹെയർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. ആൾ കുളിച്ചിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഒറ്റിരുത്തിരുന്നിട്ടുള്ളത് സോഫയിൽ. ഇപ്പം ഇങ്ങനെ സിമ്പിളായിട്ടാണ് കെട്ടി കൊടുത്തത് മുടി. രാവിലെ കുളിച്ച് പാടെടുത്തുള്ള ഡ്രസ്സ് എടുത്താണ്. ശരിക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇടാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ മേത്തൊക്കെ ആക്കി ഫുള്ള് കൊള്ളാക്കും. പിന്നെ ഇന്നുവിൻ്റെ കയ്യിലുള്ള മെഹന്തിയാണ് ഇട്ട് കാണിച്ചു തരുന്നത്. ഒക്കെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. ആകെ അത്ര ടൈമേ ഇരിക്കുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയും കഴിഞ്ഞ് വന്ന എല്ലാവരും കുറച്ച് കടന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കലാണ്. മട്ടൻ കറിയും പിന്നെ അതുപോലെ തന്നെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരി മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്.
പിന്നെ പൂരിയും പൊഴിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പരത്തിക്കൊടുക്കും പൊഴിച്ചെടുക്കലാണ്. അപ്പോൾ അതാകുമ്പോൾ വേഗം പെട്ടെന്ന് പരിപാടി തീരുമല്ലോ. അപ്പോൾ അതാണങ്ങനെ. പിന്നെ ചൂടോടെ തിന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ആകുന്ന തണലിൽ കൊണ്ടേക്കലാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് താഴേക്ക് പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഹരിയാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോക്കാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കലാണ് കേട്ടോ മെയിൻ പരിപാടി. അപ്പോൾ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിനെ പിന്നെ കുറേ കറികളും കാര്യങ്ങളും അതുപോലെ തന്നെ സാലഡും എല്ലാം ഉണ്ട്. അപ്പം മൊത്തത്തിൽ സെറ്റ് ചെയ്യലാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം അത് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ എനിക്ക് പിന്നെ സിസ്റ്റർക്കും മറ്റേ ചിക്കനാണ് ഇഷ്ടം. ബാക്കി എല്ലാവരും മട്ടൻ കൂട്ടും. അപ്പോൾ മട്ടനും ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കൂടെ അപ്പുറത്തെയും 2 റൂമാറും അങ്ങനെ എല്ലാവരും കൂടെ ഒപ്പം ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അത് നല്ല രസമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്യലാണ്. അപ്പം ടേബിൾ ഫുഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്തോട്ടൊക്കെ പോകണം. ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഈവനിങ്ങിൽ എണീച്ചിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തോട്ട് പോകുന്നത്. ഈവനിങ്ങിലാണ് ഇന്നൂസിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നുവിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ്ങിൽ പുറത്തോട്ട് പോവാണ്. പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നമ്മൾ കാറിലൊക്കെ സെറ്റായിരിക്കുന്നുണ്ട്. അപ്പം ഏകദേശം കുറച്ച് സമയത്തെ ട്രാവലിന് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. സാൽമയിലൊരു പാർക്കാണ് കേട്ടോ ഇത്. കുവൈത്ത് സാൽമയിലൊരു പാർക്കാണ്. അവിടെ ഇറങ്ങിയ പാട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നും അത് പറിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മളിതാ ഇവിടുന്ന് പാർക്കിൽ നിന്ന് നടക്കലാണ്. നമ്മൾ അധികവും എല്ലാ പെരുന്നാൾക്കും ഇവിടുന്നാണ് ഇവിടെ ആയിട്ടാണ് വരുത്ത്. ഇവിടെ ആകുമ്പോൾ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്ത് നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ മുന്നിലാണ് കേട്ടോ ഫോട്ടോ എടുക്കൽ. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഐസ്ക്രീം. നല്ല ടേസ്റ്റാണ്. മെഷീൻ ഐസ്ക്രീം ആയതുകൊണ്ട് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളെ ലൈറ്റ്സിൻ്റെ ഗുഹയാണ്. അതിലേക്കൂടി കടന്ന് കുറച്ച് അധികം നടക്കാറുണ്ട്. നല്ലതാണ്. അപ്പോൾ അത്രയെല്ലാം തരുന്നതായിരുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്